ഇന്നൊരങ്ങ് സെലിബ്രിറ്റി അതിന്റെ അവാർഡ് വാങ്ങിക്കാൻ പോകും. അതിന്റെ ഒരു വിശേഷം കേട്ടാലോ. പിറ്റേ ദിവസം ഒന്ന് മൊഞ്ചാക്കാൻ തന്നെ ബാർബർ പോയിട്ട് ഒന്ന് ഷൈൻ ആക്കിയിട്ട് നേരെ അങ്ങ് ഇറങ്ങി. ഇപ്രാവശ്യം നമ്മൾ ടിക്കറ്റ് എടുക്കാണ്ട് കള്ളവണ്ടി കയറി പോട്ടെ, ഇവനെ നമുക്ക് അതിനുള്ള പ്രോത്സാഹനം. പിന്നെ നോക്കില്ല, കിട്ടിയ സീറ്റും പിടിച്ച് നേരെ കോഴിക്കോട് എത്തി. നമുക്കുള്ള വണ്ടിയും വന്ന് വണ്ടിന്റെ ഒന്നുള്ള ഒരുക്കാട്ടാ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് സെറ്റപ്പ് ആയി. പിന്നെ ലേശം കുറച്ച് ആറ്റിറ്റ്യൂഡും കൂടി ഇട്ടാൻ ചങ്ങ് ഇട്ടിരുന്നു. ഇത് നമ്മളെ കാറിലുണ്ടായ കണ്ണൂരിലെ മതം ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ടാവില്ല. പക്ഷെ ഇത് രണ്ട് മക്കളെ തള്ളയാട്ടാ. നമുക്കുള്ള അവാർഡിന്റെ ആധാർ കാർഡും കിട്ടുന്ന ഇവന്റെ ഷഡി തൂക്കിയിരുന്ന അവാർഡിന്റെ കാർഡും കൂടി നോക്കിയിരുന്നിരിക്കട്ടെ. ഇതാണ് മലപ്പുറത്തെ അവന്റെ കാര്യത്തിൽ ഇടപെടാണ്ട് വെൽക്കം ഡ്രിങ്ക് കുടിച്ച് നേരെ അങ്ങ് കയറി. ഇവന് വെൽക്കം ഡ്രിങ്ക് അത്ര പിടിക്കാത്തതിന്റെ ഒരു മൂഡ്. ഇത് നമ്മളെ കോഴിക്കോട് വെച്ച് കണ്ടിട്ട് സൊയില് താത്തട്ടെ എങ്ങനെയുണ്ട്. ഇതിന് എഴുതുന്നുണ്ടായതിന്റെ ഒരു മുതലാട്ടാ. കണ്ടപ്പം തന്നെ തിരിഞ്ഞു. നമുക്കുള്ള മെയിൻ അവാർഡ് മേടിച്ച് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ ഇറങ്ങി. നല്ല വിശപ്പുണ്ട്, വിശപ്പ് മാറ്റാൻ. തിന്നാൻ കയറിയപ്പോ കണ്ട കാഴ്ചാട്ട് ഇത് ബിവറേജിന്റെ ക്യൂ പോലെ ഉണ്ടല്ലോ. ഇത്രയും ആൾക്കാർ പലരും പെണ്ണിന് വായി നോക്കുന്നുണ്ട്, ഫുഡിന് വായി നോക്കുന്ന ആദ്യമായിട്ടാ. അതിന്റെ ഇടയ്ക്ക് ഒരു ക്യൂട്ട് കപ്പിൾസിനെ കണ്ട് നമുക്ക് ലേശം അസൂയുണ്ട്. നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു ചാൻസ് ഇട്ടപ്പോ 2 ചിക്കൻ പീസ് മോഷ്ടിക്കുന്ന ഒരുത്തിനെ കണ്ട് അവനട്ട കില്ലാടി ഭക്ഷണം അടിച്ചതിന് ശേഷം 2-3 അടിച്ചതിന്റെ എഫക്ട് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് കുണ്ടിക്കുന്ന ബൾബ് ലൂസാന്റെ കേസാന്ന് തോന്നട്ടാ. അല്ല ഹൈ റേഞ്ച് സാധനം. ഇവനിക്കാന്ന് ക്യാമറ ഇവന് തമ്മിൽ എന്തോ പ്രശ്നം കേട്ടാ. അന്ന് നമ്മളിതെല്ലാം കണ്ടിരുന്ന അവിടെ ചാറുവാറോ പരിപാടിന് നേരെ കാർ എടുത്ത് ഇറങ്ങി. ഇത് നമ്മളെ കാറിന്റെ ഉള്ളിൽ നിന്ന് ക്യൂട്ട്നെസ് വാരി ഇതറ. ഇതിന് ലിപ്സ്റ്റിക് ഇട്ട് രാക്ഷസിന്റെ ക്യൂട്ട്നെസ് ഓവർലോഡ് ഇട്ട്. പിന്നെ ഇത് നമ്മളെ കാറിൽ ഇറങ്ങിയിരുന്ന മുഞ്ചത്തി സൊയിലത്താത്ത. ഇതിനടുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ കയറി കളിക്കുന്ന ഞാനും കൂടി. ഫുഡ് കഴിക്കാൻ കയറിയപ്പോ ചെസ്റ്റ് പീസ് നമുക്ക് കിട്ടുന്ന ഇവനാണ് എന്റെ ഇന്നത്തെ ഹീറോ. ആഫ്റ്റർ ഫുഡ് എഡ്യൂക്കേഷൻ നേരെ കോഴിക്കോട് ബീച്ചിൽ പോയി കുറച്ച് മെന്റൽ പരിപാടി ചെയ്യുന്ന ചേട്ടാ. മെന്റലിസ്റ്റ് ആണ്. ആദ്യത്തെ ഒറ്റ തന്നെ ഒരു തൊട്ടാവാടി പോലെ അങ്ങനെ തന്നെ ഓഫ് ആയിട്ട് അതാ കാണാൻ അന്വേഷിച്ചപ്പോ ഇതിന് അടുത്ത രാത്രിയിൽ എണീക്കുന്നുള്ള ഒരു വിവരം കൂടി കിട്ടിയപ്പോ സമാധാനം. കൂട്ടത്തിൽ ഇവളിന് ഇതൊന്നും കാണാൻ കഴിയത്തോണ്ട് അങ്ങനെ തന്നെ അവസാനം ഓരോ ആളെ ഓഫാന്നുള്ള ബോധത്തിൽ നമ്മൾ നേരെ തിരിക്കാൻ വെച്ചാൽ ട്രെയിനും കയറി നമ്മളെ യാത്രയ്ക്ക് ഇറങ്ങിയിട്ട്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ